ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഹെയർ ഫിക്സ് ചെയ്യുന്നത് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവൽ ഷേപ്പിലൊരു ഹെഡ് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 6 നൂലെടുത്തിട്ടുണ്ട്, ഒരൊറ്റ മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നടുഭാഗത്തു നിന്നാണ് തുടങ്ങണേ കേട്ടോ. അടിഭാഗത്തുള്ള നടുഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എത്ര ലെങ്ത്ത് വേണം അതുപോലെ ഒന്ന് പിടിച്ചിട്ട് രണ്ടാമത് സൂചി താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു 7 സെൻറ്റിമീറ്റർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണം അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തത് അടുത്ത സൈഡിൽ നിന്ന് കുത്തിയെടുക്കാം. അതിനുശേഷം കുത്തിയെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് നൂല് ഇറക്കി കൊടുക്കാം. നമ്മൾ 2 നൂലായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ബാക്ക് സ്റ്റിച്ച് പോലെ ഒന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ ഓരോരോ ഹെയറായിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഹെയറിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗത്ത് വരെ ആക്കി കൊടുക്കണം, ചെയ്തിട്ടാ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് സൂചി അടിയിൽ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് എത്രയോ വേണം അതനുസരിച്ച് ലെങ്ത്ത് എടുത്തതിന് ശേഷം രണ്ടാമത് അതിന് സൈഡിൽ എണ്ണയിട്ട് കുത്തി താഴേക്ക് ഇറക്കി കൊടുത്തു. കറക്റ്റ് നമ്മൾ ഒപ്പത്തിനാക്കിയതിന് ശേഷം മൂന്നാമത്തെ അതിന് തൊട്ടടുത്തുനിന്ന് സൂചി മുകളിലേക്ക് പൊന്തിച്ചെടുത്തതിന് ശേഷം ബാക്ക് സ്റ്റിച്ച് പോലെ നടുവിലേക്ക് ഇറക്കി കൊടുത്തു. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും, പിന്നെ വലിച്ചാലൊന്നും വരില്ല. അപ്പോൾ ഇതിങ്ങനെ ഈരുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും. നമ്മൾ എന്തായാലും മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഈരി കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടിരിക്കാനാണ് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിന് ഒന്ന് ഉറപ്പിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, കുറച്ച് നേരം എടുക്കുമെന്നുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഏത് കളർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോരോ കളറ് നമ്മൾ കളർ ചെയ്യില്ല മുടിക്ക്, അതുപോലെ ഒരേ ഭാഗത്ത് വേറെ കളർ വെച്ച് ചെയ്യണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഉൾഭാഗം കുറച്ച് വൈറ്റ് കളറായിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിരുന്നില്ലേ, അതുപോലെ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. നമ്മളവിടെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഹെയർ ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിൽ സാറ്റിൻ സ്റ്റിച്ച് പോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ കെട്ടുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ സൈഡ് ഭാഗത്ത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ വൈറ്റ് കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സാറ്റിൻ സ്റ്റിച്ച് പോലെ സെൻറ്റർ ഭാഗത്തു നിന്ന് കൊടുത്ത് ഒരു ഭാഗം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ മുടി കെട്ടുമ്പോൾ നമ്മുടെ ഉൾഭാഗത്ത് കാണില്ലേ, അപ്പോൾ വെള്ള കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുടി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഈരിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ഈരി ഇപ്പോൾ നമ്മൾ 6 ഇഴയുണ്ട് ആ നൂലിനകത്ത്, അത് ഒറ്റ ഇഴയാക്കി നമ്മൾ ഈരി മാറ്റണം. അതിനുശേഷം നമുക്ക് ഇഷ്ടത്തിന് ഏത് തരത്തിൽ വേണമെങ്കിലും മുടി കെട്ടാവുന്നതാണ് കേട്ടോ. സാധാരണ ഇതുപോലെ മുടി കെട്ടിക്കൊടുക്കാം. കേളി ഹെയർ വേണോ, നമുക്ക് ഓരോ കട്ടുകളുണ്ടല്ലോ, യു കട്ട്, വി കട്ട്, അതുപോലെ തന്നെ ഓരോരോ കട്ടുകളായിട്ട് കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് മുടി കെട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.